നീ എവിടെയാടാ പോയേ? ഞാനവനല്ല, മറ്റവനാണ്. അയ്യോ, എനക്ക് തെറ്റിപ്പോയതാ മോനെ. ഞാൻ പെട്ടെന്ന് അജയനാന്ന് വിചാരിച്ചതാ. അല്ലല്ല, അരുണാണ്. മനസ്സിലായി. ഇവിടെ എല്ലാം ഷാർട്ട് ടീംസാണ്. ശാന്തി, ശശി, ശ്രീലത, അങ്ങനെ ഞാൻ മാത്രമേ ഉള്ളൂ ആയിട്ട്. അതിന് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ എനിക്കൊരു ഘോഷും കൂടി കൂടുതലുണ്ട്, അരുൺ ഘോഷ്. അത് ഇവിടെയുണ്ട്, അജയ് ഘോഷ്. അതുകൊണ്ടല്ലേ മോനെ, അത് ഓൻ്റെ വില കൊടുത്തേക്ക്. നമ്മളിവിടെ വന്ന മോനെ ബുദ്ധിമുട്ടായില്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ കട്ടിലിൽ കിടക്കണ്, താഴെ സോഫ കിടക്കണ്, ബാക്കിയെല്ലാം ബുദ്ധിമുട്ട് ഒരുപോലെ തന്നെയാണ്. പിന്നെ ഇവിടെ ഏറ്റവും സമാധാനമുള്ള സ്ഥലം ഇതാണ് കേട്ടാ. ഞാൻ ഫുൾ ടൈം ഇവിടെ ഇരിക്കും. പിന്നെ രാത്രിയാകുമ്പോൾ ഓടുമ്പുറത്തൊക്കെ കയറി പാട്ടൊക്കെ കേട്ട് അങ്ങനെ അങ്ങോട്ട്. ഈൻ്റെ മുകളിലാ? അടിപൊളിയാണ്. ശരി. ബ്രോ എന്താ പരിപാടി? ഞാൻ MSc കെമിസ്ട്രി എഴുതി കഴിഞ്ഞ് ഇപ്പോൾ PSC എക്സാം എഴുതിക്കൊണ്ടിരിക്കുക. ഞാനും PSC ആണ്. 5 മുമ്പ് തുടങ്ങിയതാ. ഇപ്പോഴും അങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്. ബ്രോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ പഠിക്കണട്ടാ, സെറ്റാക്കാം. അതെ, ഓർഗാനിക് കെമിസ്ട്രി ബുക്ക് വല്ലതുണ്ടാവോ? ഞാൻ വന്നപ്പോൾ എടുത്തില്ലായിരുന്നു. അതല്ല ഉദ്ദേശിച്ച്, ഞാൻ ഡ്രസ്സ്, ട്രൗസറും ബനിയാനാണ് ഉദ്ദേശിച്ചത്. അത് ഞാൻ പറയാം. പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടാ, ഞാൻ സെറ്റ് ചെയ്തോളാം. എന്നാ നടക്കട്ടെ, ഫുഡ് കഴിച്ചോ. ശരി. 25 ലക്ഷം? എയ്ഡല്ലേ, ഡെപ്പോസിറ്റ് ആയിട്ടാ. അത് മനസ്സിലായി. അപ്പൊ ഈ NSS വഴിയുള്ള പുഷ് ചെയ്താൽ ജോലി ഉറപ്പിക്കാന്നേ ഉള്ളൂ. ഡെപ്പോസിറ്റ് ഒഴിവാക്കാനൊന്നും പറ്റില്ല. അതിപ്പോ ഏത് വഴി നോക്കിയാലും ഡെപ്പോസിറ്റ് അവർ പറയണ കാശ് നമ്മൾ കൊടുക്കേണ്ടി വരും. സ്ഥിരം ജോലി അല്ലേ, കാശ് കൊടുത്ത് കയറാൻ ഒരുപാട് പേരുണ്ടാവും. നീ നിന്റെ വഴിക്ക് നോക്ക്, ഞാനും നോക്കാം. ഈ വന്ന ടീം എത്ര കാലം ഉണ്ടാവും? അച്ഛൻ ഓക്കെ ആവുന്ന പറയുന്നൊക്കെയാ പറഞ്ഞത്. ഈ ഓക്കെ എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. വേറൊന്നുമല്ല, നിന്റെ വണ്ടയിലും അത് തന്നെ ഓടുന്നെന്ന് എനിക്കറിയാം. എന്ത് പാർട്ടീഷൻ? അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഒരു വിഹിതം അവർക്ക് കൊടുക്കണം. അവിഹിതത്തിനും വിഹിതം ഒരു മാതൃയില്ല. ഈ കാണുന്നതൊക്കെ ഇങ്ങനെ ആക്കിയെടുത്തത് ഞാനാ. ഒരു ബന്ധമില്ലാണ്ട് ഇതിന്റെ ഇടയിൽ കയറി വന്നിട്ട് അവർക്ക് എന്റെ വീതം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ ബന്ധമുണ്ട് ശശിയേട്ടാ, അതല്ലേ പ്രശ്നം. ശ്രീകണ്ഠപുരത്ത് അച്ഛൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുപോട്ടെ, ഇവിടെ നോക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ കാണുന്ന വസ്തുക്കളൊക്കെ അച്ഛൻ്റെ പേര് തന്നെയാണോ? ഉണയിച്ച ഇനി ഈ വധൂരി എന്തെങ്കിലും കേട്ട് കാണോ? കേട്ട് കാണില്ല. നല്ല ഉയരമുള്ള തെങ്ങല്ലേ, എത്തൂല സൗണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യമാണ്. അച്ഛൻ്റെ ആദ്യ ഭാര്യ നമ്മുടെ അമ്മയാണെന്നുള്ളതുകൊണ്ടും പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഷ്ടപ്പെട്ടുള്ളത് നമ്മളായതുകൊണ്ടും ഈ നോർമൽ ഷെയർ പരിപാടി ഒഴിവാക്കി എന്തെങ്കിലും ചെറിയ ചില്ലറ കൊടുത്ത് അവരെ പറഞ്ഞുവിടാനുള്ള പരിപാടി നമുക്ക് നോക്കാം. എങ്ങനെ? ഒന്നുമില്ല, നമ്മുടെ അമ്മയാണ് സീനിയർ എന്നുള്ളത് കാണിക്കാം. ബാക്കി ഏതെങ്കിലും നല്ലൊരു വക്കീലിനെ ഏൽപ്പിച്ച് അവർ നോക്കിക്കോളും. നമ്മളെപ്പോലെ അല്ലല്ലോ, അവരുടെ തലയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധി ഉണ്ടാവില്ലേ. ഇതൊക്കെ അച്ഛൻ്റെ കാലശേഷമല്ലേ? അല്ലെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ ഇതൊന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെല്ലണ്ട. ഹോസ്പിറ്റലിൽ നമ്മളെ കാണാൻ പോയ പോലെ അവർക്ക് അവകാശം ഉണ്ടെന്ന് പറഞ്ഞോണ്ട് എന്നെ അങ്ങോട്ട് കയറ്റി വിട്ടത്, മനസ്സിലായോ? പക്ഷേ അമ്മയുടെ സീനിയോറിറ്റി തെളിയിക്കുന്ന ഒരു പ്രൂഫ് എത്രയും പെട്ടെന്ന് എടുത്തു നോക്കണം. അതിപ്പോൾ ഈ രണ്ടു കൂട്ടരുടെയും മാരേജ് സർട്ടിഫിക്കറ്റ് കമ്പയർ ചെയ്താലും മതി. അച്ഛൻ്റെ ട്രങ്കോട്ടി എവിടെ? അത് അവിടെയാ. ഓ, ഇവിടെ ഒന്നും ഇല്ല. നീ എന്താ നോക്കുന്നേ? നീ 10ാം ക്ലാസ് പാസ്സാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആവശ്യമുള്ളത് നോക്കും മനുഷ്യ. നിങ്ങൾ എന്തായി നോക്കുന്നേ? എടാ, എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ എന്നോട് പറ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അച്ഛൻ എന്തിനാ എതിരാന്നും ചോദിക്കാൻ നിൽക്കണ്ട. നിങ്ങളുടെ കല്യാണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ഒരു ആവശ്യമുണ്ട്. കല്യാണ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ലടാ. ആ കാലത്തെ ഈ രജിസ്ട്രേഷനെ പറ്റിയൊന്നും വലിയ ധാരണയില്ലായിരുന്നല്ലോ. താലി കെട്ടി കൂടെ കൊണ്ടുവന്നു.
ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല. ഒരു ഫോട്ടോ പോലും? അമ്മയ്ക്ക് ഉറപ്പുണ്ടോ സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ടെന്ന്? അതിവിടെ എവിടെയെങ്കിലും കാണുവാടാ. അമ്മ അത് കണ്ടിട്ടുണ്ടോ? എന്നൊക്കെ ചോദിച്ചാ ഒരു കല്യാണം ആകുമ്പോ എടുക്കുന്നതല്ലേ ഇതൊക്കെ. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു ആവശ്യം വരാത്തോണ്ട് കണ്ടതായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ അത് ഇവിടെ എന്നാലും തപ്പല് നിർത്തിക്കും. നിങ്ങളുടെ കല്യാണത്തിന് അങ്ങനെ ഒരു സാധനം എടുത്തിട്ടില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ ഉറപ്പിച്ചു പറഞ്ഞു. രജിസ്ട്രേഷൻ പോയിട്ട് ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല. ഒയ്യോ, ആ ഇനി അവിടെ എന്താണോ? ദാ മോൻ ചോദിച്ച നമ്മളെ കല്യാണ സർട്ടിഫിക്കറ്റ്. നോക്കട്ടെ അമ്മ. ആൽബം ആണെങ്കിൽ നമ്മുടെ ശ്രീകണ്ഠപുരത്തെ വീട്ടിലുണ്ട്. ആൽബം ഉണ്ടോ? ഓ, അച്ഛാ അച്ഛോ ആ അച്ഛാ, ഊട്ടിയിലൊക്കെ ഈ ആൾക്കാർ പറയുന്ന പോലെ ഭയങ്കര തണുപ്പാണോ? ആ ഞാനൊക്കെ പോയ ടൈമിൽ കൊടും തണുപ്പാ. സ്വെറ്റർ ഇടാതെ ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷെ രസമാട്ടോ. നിങ്ങൾ ഇതുവരെ ഊട്ടിയിലൊന്നും പോയിട്ടില്ലല്ലേ? ഊട്ടി പോകുന്ന പോയിട്ട് ഈ വീട്ടിലാരും ഊട്ടിന്ന് പറയാറ് പോലും ഇല്ല. അതുപോട്ടെ അച്ഛാ, അച്ഛൻ ഈ അമ്മ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു സർട്ടിഫിക്കറ്റ് എങ്കിലും എടുത്ത് വെച്ചുകൂടായിരുന്നോ? അല്ല, ഒരു ഫോട്ടോ എങ്കിലും. എടാ, ഞാൻ പറഞ്ഞില്ലേ, അന്നതൊന്നും അറിയാനും പാടില്ലായിരുന്നു, പറഞ്ഞു തരാനും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അറിയാതെ പറ്റിപ്പോയൊരു തെറ്റാ. എന്നിട്ട് രണ്ടാമത് കിട്ടിയപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തല്ലോ. എടാ, ഒരു തവണ പറ്റിയ തെറ്റ് രണ്ടാമത് വരുമ്പോൾ നമ്മൾ ആവർത്തിക്കോ? ആവർത്തിക്കോ? രുക്മിണി, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ സരസ്വതി, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ വാ. എങ്ങനെയായിരുന്നു അച്ഛനുമായിട്ട്? അല്ല, അച്ഛനായിട്ടുള്ള കല്യാണം എങ്ങനെയാ നടന്നേ? അത് ഇതെൻ്റെയും രണ്ടാം കല്യാണേനോ. ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ട് 7-8 മാസം കഴിഞ്ഞപ്പോൾ തന്നെ മൂപ്പര് മരിച്ചു. നിമോണിയേനു. ആടുന്ന് ഏകദേശം ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ അച്ഛൻ്റെ പരസ്യം പത്രത്തിൽ കാണുന്നത്. എന്ത് പരസ്യം? തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചിതനായ യുവാവ് പുതിയ ബന്ധം നോക്കുന്നെന്നും പറഞ്ഞു. മാതൃഭൂമി കണ്ണൂർ എഡിഷനിൽ ഉണ്ടായിരുന്നു പരസ്യം. വിളിച്ചു നോക്കിയപ്പോൾ മൂപ്പർക്ക് ആടെ തന്നെയാണ് താമസവും ജോലിയും, പിന്നെ പറയത്തക്ക ബന്ധുക്കൾ ആരുമില്ല. ഞങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാം കൊണ്ടും ചേരുന്നതാണെന്ന് തോന്നിയപ്പോൾ എൻ്റെ അച്ഛൻ അതങ്ങ് ഓർപ്പിച്ചതാ. എന്തുകൊണ്ടാ ആദ്യത്തെ ഭാര്യ ഡിവോഴ്സ് ആക്കിയെന്ന് അച്ഛൻ എപ്പോഴെങ്കിലും പറഞ്ഞായിരുന്നോ? അത് ആദ്യ ഭാര്യയ്ക്ക് എന്തോ മാനസികമായിട്ട് ചെറിയ കുഴപ്പങ്ങളുള്ളതുകൊണ്ട് ബന്ധം ഒഴിവാക്കേണ്ടി വന്നു എന്നാ മൂപ്പര് നമ്മളോട് പറഞ്ഞ്.